സിന്ധുമോൾ സർക്കാർ നടപടിയെടുക്കുകയാണല്ലോ. രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു, സിദ്ദിഖ് രാജി അല്ലാതെ വെച്ചിരിക്കുന്നു. ഇനി ഇത് കൃത്യമായിട്ട് ആരോപണം ഉന്നയിച്ചവരുടെ എല്ലാം മൊഴിയെടുക്കുമെന്നും അവരൊക്കെ പരാതികൾ ഉറച്ചു നിന്നാൽ കേസെടുക്കുമെന്നൊക്കെ സർക്കാർ തീരുമാനിക്കാന്ന്. ഒരുപക്ഷെ ഒരു ഭരണകൂടമാണല്ലോ ഇത്തരം കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ, ഇതിന് നിയമവശങ്ങൾ പരിശോധിക്കാൻ. ഇങ്ങനെ ഒരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല മറ്റൊരു സംസ്ഥാനത്തും. അപ്പോൾ അതിനൊരു അവധാനത സ്വാഭാവികമായിട്ടും വേണ്ടിവരുമല്ലോ. അതല്ലാതെ സർക്കാരിനെ കടന്നാക്രമിക്കുക, സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആരോപിക്കുക, അതിൽ അർത്ഥമുണ്ടോ? ഒരു കൃത്യമായ വഴിയിൽ കൂടെ സർക്കാർ പോകുന്നുണ്ട് എന്ന് ബിജെപിക്ക് സമ്മതിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ സർക്കാർ അത്ര കൃത്യമായിട്ടുള്ള വഴിയിലൂടെയാണ് പോയിരുന്നതെങ്കിൽ അപർണ, ഈ റിപ്പോർട്ട് ഇത്ര വർഷക്കാലം വെളിച്ചം കാണാതെ ഇരിക്കുമായിരുന്നോ? ഇതെന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇത്ര കാലം ഇത് പൂഴ്ത്തിവെച്ചത്? അതിന് ആദ്യത്തെ ഉത്തരം നൽകണം. രണ്ടാമതായിട്ട്, ആ റിപ്പോർട്ടിൽ തന്നെ നമ്മൾ കാണുന്നത്, ആ റിപ്പോർട്ട് നമ്മൾക്ക് കിട്ടിയത് അല്ല യഥാർത്ഥ റിപ്പോർട്ടെന്നും അതിലെ പല പേജുകളും അനിക്സ്പ്രേ പോലെ അലിഞ്ഞു പോയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഇത് ഒറിജിനൽ റിപ്പോർട്ട് എവിടെ? ആ ചോദ്യം ഇപ്പോഴും നിൽക്കുകയല്ലേ നമ്മുടെ സമൂഹത്തിൽ? ആ ചോദ്യം ഒരു ഗൗരവമുള്ള ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ പലരുടെയും പേരുകൾ വരെ പരാമർശിച്ചിട്ടുള്ള ആ ഒറിജിനൽ റിപ്പോർട്ട് എവിടെ? സർക്കാർ എന്താണ് അതിൽ ഉത്തരം പറയുന്നത്? ഇന്നിപ്പോ എല്ലാവരും വളരെ വീറോടും വാശിയോടും കൂടി പറയുന്നു, മുഖ്യമന്ത്രി ഇടപെട്ടു, മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് രഞ്ജിത്ത് രാജിവെച്ചു, സിദ്ദിഖ് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നു. ഈ ഭരണകൂടം തന്നെ ആയിരുന്നില്ലേ ഈ റിപ്പോർട്ട് ആദ്യം തൊട്ട് കയ്യിൽ വാങ്ങി വെച്ചിരുന്നത്? അപ്പോൾ ഇതൊരു രാഷ്ട്രീയ അക്രമം എന്നുള്ളതിലുപരി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സിനിമാ മേഖലയിൽ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അപർണ മനസ്സിലാകും, ഇതൊരു ഇടതുപക്ഷ അധീശത്വത്തിൽ പോകുന്ന ഒരു മേഖലയാണ്. ഞാനത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളവർ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഈ കാലം അത്രയും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു വിള്ളല് വീഴ്ത്താൻ ഇന്ന് ഈ സ്ത്രീ സമൂഹത്തിന്, ഇവിടുത്തെ അഭിനേത്രികൾക്ക്, ഇവർക്ക് സാധിച്ചുവെങ്കിൽ സത്യത്തിൽ ഞാൻ അവരെ എന്താ പറയുക, അവരെ അഭിനന്ദിക്കുന്നു, വാക്കുകളില്ല. അതിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് ഇവരിന്ന് നിലപാടെടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ആദ്യം തൊട്ട് തന്നെ ഇത് കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇവിടുത്തെ പരാതിക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെ. അപ്പോ അത് കൊണ്ടുവരാൻ സർക്കാർ തയ്യാറായില്ല. ഞാൻ ഒരു കാര്യം അപർണ ഈ പ്ലാറ്റ്ഫോമിൽ, പൊതു പ്ലാറ്റ്ഫോമിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ മീറ്റു ആരോപണം ആദ്യമായി നേരിട്ട ഒരു നടൻ എന്ന് പറയുന്നത് മുകേഷ് ആണ്. മുകേഷ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ MLA ആണ്. ഈ സർക്കാരിന് ആർജവമുണ്ടോ? നിങ്ങൾ അന്വേഷണ വിധേയമായിട്ട് മാറി നിൽക്കൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ, ശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മൾക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഇത് ഗവൺമെന്റിനെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. മുകേഷ് മാറി നിൽക്കൂ എന്ന് പറയാനുള്ള ആർജവം ഈ ഇടതുപക്ഷ സർക്കാരിനുണ്ടോ? അപ്പോൾ ഇവർ ഒരേ സമയം വേട്ടക്കാരോടും ഇരകളോടും ഒപ്പമാണെന്ന് നടിക്കുകയും എന്നാൽ വേട്ടക്കാരോടൊപ്പമാണ്, ഇരകളോടൊപ്പമല്ല. ഇവിടെ ഇപ്പോൾ ഇവിടെ രഞ്ജിത്തിനെതിരെ പരാതി പറഞ്ഞ നടിയെക്കുറിച്ച്, സാമൂഹിക പ്രവർത്തകയായ നടിയെക്കുറിച്ച് പറഞ്ഞു. അവര് ബംഗാളിൽ CPM-ന്റെ സഹയാത്രികയായിട്ട് കാലങ്ങളോളം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്. ഇതിനു മുമ്പും ഇത് പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആരും അനങ്ങിയിട്ടില്ല. ഈ ഇടതുപക്ഷം എവിടെ പോയി? സർക്കാർ എവിടെ പോയി? പരാതിപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ഇതിനു മുമ്പേ ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ തയ്യാറാകാതിരുന്നത്? അപ്പോ അവരുടെ മേഖലയിൽ തന്നെ, അവരുടെ സിദ്ധാന്തത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ അത് തുറന്നു പറഞ്ഞിട്ടും അവർ തയ്യാറാകുന്നില്ല. ഇതുപോലെ കേരളത്തിലെ ഒട്ടനവധി വിഷയങ്ങൾ, ഇത് സിനിമാ മേഖലയിലെ ഒരു വിഷയം. ഇതുപോലെ എത്രയോ ബോംബുകൾ കേരളത്തിൽ പൊട്ടിക്കഴിഞ്ഞു. അന്നൊക്കെ സ്ത്രീവിരുദ്ധ മനോഭാവം മാത്രമേ ഈ സർക്കാർ കൈയാളിയിട്ടുള്ളൂ, കൈക്കൊണ്ടിട്ടുള്ളൂ. അത് മാത്രമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സർക്കാരിനെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹം ഇവിടെ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അപർണ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു, അവധാനതയോടെ കാത്തിരിക്കണ്ട എന്നൊക്കെ ചോദിച്ചു. എന്ത് അവധാനതയോടെ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്? ഇവിടെ തൊഴിലിടം ശുദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഇത് നിങ്ങൾ ന്യൂസ് 18 കൊടുക്കുന്ന ഞാൻ കണ്ടു. തൊഴിലിടം ശുദ്ധീകരിക്കാനാണെങ്കിൽ ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി ആണ് വേണ്ടതെങ്കിൽ, ഇവിടെ സ്ത്രീകൾക്ക് സമത്വവും അവർക്ക് ജീവിക്കുവാനുള്ള സുരക്ഷിതത്വവും ഒക്കെയാണ് ആവശ്യമെങ്കിൽ, അവർ ജീവിക്കാൻ വേണ്ടിയാണ് ഈ മേഖലയിൽ തൊഴിലെടുക്കാൻ വരുന്നതെന്നുള്ള ബോധ്യം സർക്കാരിനുണ്ടെങ്കിൽ, ഈ അനിക്സ്പ്രേ പോലെ അലിഞ്ഞുപോയ റിപ്പോർട്ട്, ഒറിജിനൽ റിപ്പോർട്ട്, അത് സർക്കാർ ഈ കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാവണം. അതാണ് BJP ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് ഗായത്രി വർഷയിലേക്ക് ഒരു ചെറിയ മറുപടി, എനിക്ക് വീട്ടിലേക്ക് പോകണം. ഗായത്രി വർഷ അതിനുള്ള